3/7/24. പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, തൂവൽ കിരീടധാരി ആകുന്നതിനു വേണ്ടി തൻ്റെ അവസ്ഥയെ അചഞ്ചലവും ആടാത്തതുമാക്കൂ. എത്രത്തോളം നിങ്ങളിൽ കളങ്കം ആരോപിക്കപ്പെടുന്നുവോ അത്രയും നിങ്ങൾ കളങ്കീധർ ആകുന്നു. ചോദ്യം: ബാബയുടെ ആജ്ഞ എന്താണ്? ഏത് മുഖ്യ ആജ്ഞയനുസരിച്ച് നടക്കുന്ന കുട്ടികളാണ് ഹൃദയ സിംഹാസനസ്ഥർ ആകുന്നത്? ഉത്തരം: ബാബയുടെ ആജ്ഞയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങൾ ആരോടും കലഹിക്കരുത്, ശാന്തിയിൽ ഇരിക്കണം. അഥവാ ആർക്കെങ്കിലും നിങ്ങൾ പറയുന്ന കാര്യം നല്ലതായി തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ നിശബ്ദമായിരിക്കൂ. അന്യോന്യം ശല്യം ചെയ്യരുത്. എപ്പോഴാണോ ഉള്ളിൽ ഒരു ഭൂതവും ഇല്ലാതിരിക്കുന്നത്, വായിൽ നിന്നും ഒരിക്കലും കൈപ്പേറിയ വാക്കുകൾ വരാത്തത്, മധുരമായി സംസാരിക്കുന്നത്, ജീവിതത്തിൻ്റെ ധാരണ ആകുന്നത്, അപ്പോൾ ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനസ്ഥർ ആകാൻ സാധിക്കുന്നു. ഓം ശാന്തി. ഭഗവാൻ ഉവാച: ആത്മാഭിമാനി ഭവ. ആദ്യം തീർച്ചയായും പറയേണ്ടി വരും. ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള മുൻകരുതലാണ്. ബാബു പറയുന്നു, ഞാൻ കുട്ടികളെ കുട്ടികളെ എന്ന് പറയുന്നു. അപ്പോൾ ആത്മാക്കളെ തന്നെയാണ് നോക്കുന്നത്. ശരീരമാണെങ്കിൽ പഴയ ചെരുപ്പാണ്. ഇത് സതോപ്രധാനമാവുക സാധ്യമല്ല. സതോപ്രധാന ശരീരം സത്യുഗത്തിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവ് സതോപ്രധാനം ആയിക്കൊണ്ടിരിക്കുന്നു. ശരീരം അതേ പഴയത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തൻ്റെ ആത്മാവിനെ നന്നാക്കേണ്ടതുണ്ട്, പവിത്രം ആകേണ്ടതുണ്ട്. സത്യുഗത്തിൽ ശരീരവും പവിത്രമായത് ലഭിക്കും. ആത്മാവിനെ ശുദ്ധമാക്കുന്നതിനു വേണ്ടി ഒരു ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. ബാബയും ആത്മാവിനെയാണ് നോക്കുന്നത്. കേവലം നോക്കുന്നത് കൊണ്ട് ആത്മാവ് ശുദ്ധമാവുകയൊന്നുമില്ല. അത് എത്രത്തോളം ബാബയെ ഓർമ്മിക്കുമോ അത്രയും ശുദ്ധമായിക്കൊണ്ടിരിക്കും. ഇതാണ് നിങ്ങളുടെ ജോലി. ബാബയെ ഓർമ്മിച്ച് സതോപ്രധാനമാകണം. ബാബ വന്നിരിക്കുന്നത് തന്നെ വഴി പറഞ്ഞു തരാനാണ്. ഈ ശരീരമാണെങ്കിൽ അവസാനം വരെയും പഴയത് തന്നെയായിരിക്കും. ഇത് കേവലം കർമ്മേന്ദ്രിയങ്ങളാണ്. അതുമായി ആത്മാവിന് കണക്ഷനുണ്ട്. ആത്മാവ് പുഷ്പമായി മാറുന്നു. പിന്നെ കർത്തവ്യവും നല്ലത് ചെയ്യുന്നു. അവിടെ നല്ല നല്ല പക്ഷികളും മൃഗങ്ങളും ഉണ്ടായിരിക്കും. ഇവിടെ പക്ഷികൾ മനുഷ്യരെ കണ്ട് ഓടിപ്പോകുന്നു. അവിടെയാണെങ്കിൽ ഇങ്ങനെയുള്ള നല്ല നല്ല പക്ഷികൾ നിങ്ങളുടെ മുന്നിലും പിന്നിലും കറങ്ങിക്കൊണ്ടേയിരിക്കും. അതും നിയമമാണ്. വീട്ടിനുള്ളിൽ കയറുകയും വൃത്തികേടാക്കിയ ശേഷം പോവുകയും ചെയ്യുകയൊന്നുമില്ല. അങ്ങനെയല്ല. വളരെയധികം നിയമമുള്ള ലോകമായിരിക്കും. മുന്നോട്ട് പോകവേ നിങ്ങൾക്ക് എല്ലാ സാക്ഷാത്കാരവും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ വളരെയധികം മാർജിനുണ്ട്. സ്വർഗത്തിൻ്റെ മഹിമയാണെങ്കിൽ അപരം അപാരമാണ്. ബാബയുടെ മഹിമയും അപരം അപാരമാണ്. അപ്പോൾ ബാബയുടെ പ്രോപ്പർട്ടിയുടെ മഹിമയും അപരം അപാരമാണ്. കുട്ടികൾക്ക് എത്ര ലഹരി കയറേണ്ടതാണ്. ബാബു പറയുന്നു, ആര് സർവീസ് ചെയ്യുന്നോ ആ ആത്മാക്കളെ ഞാൻ ഓർമ്മിക്കുന്നു. അവരെ ഓട്ടോമാറ്റിക്കലി ഓർമ്മ വരുന്നു. ആത്മാവിൽ മനസ്സും ബുദ്ധിയും ഉണ്ടല്ലോ. നമ്മൾ ഫസ്റ്റ് നമ്പറിലെ സർവീസ് ചെയ്യുന്നോ അതോ സെക്കൻഡ് നമ്പറിലേതാണോ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇത് എല്ലാവരും നമ്പർ വൈസായി മനസ്സിലാക്കുന്നു. ചിലരാണെങ്കിൽ മ്യൂസിയം ഉണ്ടാക്കുന്നു. പ്രസിഡന്റിൻ്റെ, ഗവർണറിൻ്റെയും മറ്റും അടുക്കൽ പോകുന്നു. തീർച്ചയായും നല്ല രീതിയിൽ മനസ്സിലാക്കിക്കുന്നുണ്ടാകും. എല്ലാവരിലും അവരവരുടേതായ ഗുണമുണ്ട്. ചിലരിൽ നല്ല ഗുണം ഉണ്ടായിരിക്കും. ഇവർ എത്ര ഗുണവാനാണ് എന്ന് പറയുന്നു. ആര് സർവീസബിൾ ആയിരിക്കുമോ അവർ സദാ മധുരമായി സംസാരിക്കും. കൈപ്പേറിയ വാക്കുകൾ ഒരിക്കലും സംസാരിക്കാൻ സാധിക്കില്ല. ആരാണോ കൈപ്പേറിയ വാക്കുകൾ സംസാരിക്കുന്നത് അവരിൽ ഭൂതമുണ്ട്.
ദേഹാഭിമാനമാണ് നമ്പർ 1. പിന്നെ അതിനു പിന്നാലെ മറ്റ് ഭൂതങ്ങൾ പ്രവേശിക്കുന്നു. മനുഷ്യർ വളരെയധികം മോശമായി പെരുമാറുകയും ചെയ്യുന്നു. ബാബ പറയുന്നു, ഇത് ആ പാവങ്ങളുടെ ദോഷമല്ല. നിങ്ങൾ കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ പ്രയത്നിക്കണം. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. പിന്നെ പതുക്കെ പതുക്കെ മുഴുവൻ വിശ്വത്തിൻ്റെയും ചരട് നിങ്ങളുടെ കൈകളിൽ വരേണ്ടതുണ്ട്. ഡ്രാമയുടെ ചക്രമാണ്. സമയവും കൃത്യമായി പറഞ്ഞു തരുന്നു. ബാക്കി വളരെ കുറച്ച് സമയമാണ് അവശേഷിക്കുന്നത്. അവർ സ്വാതന്ത്ര്യം നൽകുമ്പോൾ 2 കഷ്ണമാക്കുന്നു, പരസ്പരം അടികൂടിക്കൊണ്ടിരിക്കുന്നതിനു വേണ്ടി. ഇല്ലെങ്കിൽ പിന്നെ അവരുടെ വെടിക്കോപ്പുകളും മറ്റും ആര് വാങ്ങും? ഇതും അവരുടെ വ്യാപാരമാണല്ലോ. ഡ്രാമയനുസരിച്ച് ഇതും അവരുടെ കൗശലമാണ്. ഇവിടെയും പല കഷ്ണങ്ങൾ ആക്കിയിരിക്കുകയാണ്. അവർ പറയുന്നു, ഈ കഷ്ണം നമുക്ക് ലഭിക്കണം. പൂർണ്ണമായ രീതിയിലല്ല വിഭജിച്ചത്. ഈ ഭാഗത്ത് ജലം കൂടുതൽ ഒഴുകുന്നു. കൃഷിസ്ഥലം വളരെയധികമുണ്ട്. ഈ ഭാഗത്ത് ജലം കുറവാണ്. പരസ്പരം അടികൂടുന്നു. പിന്നെ സിവിൽ വാർ, ആഭ്യന്തര യുദ്ധം ഉണ്ടാകുന്നു. വഴക്കുകൾ വളരെയധികം ഉണ്ടാകുന്നു. നിങ്ങൾ എപ്പോഴാണോ ബാബയുടെ കുട്ടികളായത് അപ്പോൾ നിങ്ങളും അധിക്ഷേപിക്കപ്പെടുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കലങ്കീധർ, തൂവൽ കിരീടധാരിയാവുകയാണ്. ബാബ നിന്ദിക്കപ്പെടുന്നത് പോലെ നിങ്ങളും നിന്ദിക്കപ്പെടുന്നു. ഇവർ വിശ്വത്തിൻ്റെ അധികാരിയാവുകയാണ് എന്ന് ഈ പാവങ്ങൾക്കറിയില്ല എന്നത് നിങ്ങൾക്കറിയാം. 84 ജന്മങ്ങളുടെ കാര്യം വളരെ സഹജമാണ്. നീ തന്നെ പൂജ്യനും നീ തന്നെ പൂജാരിയും ആകുന്നത് നിങ്ങളാണ്. ചിലരുടെ ബുദ്ധിയിൽ ധാരണയാകുന്നില്ല. ഇതും ഡ്രാമയിൽ അവർക്ക് ഇങ്ങനെയാണ് പാർട്ട്. എന്തു ചെയ്യാൻ സാധിക്കും? എത്ര തന്നെ തലയിട്ടടിച്ചാലും മുകളിലേക്ക് കയറാൻ സാധിക്കുന്നില്ല. പുരുഷാർത്ഥം ചെയ്യിക്കപ്പെടുന്നു, പക്ഷേ അവരുടെ ഭാഗ്യത്തിലില്ല. രാജധാനി സ്ഥാപിതമാകുന്നു. അതിൽ എല്ലാവരും വേണ്ടതാണ്. ഇങ്ങനെ മനസ്സിലാക്കി ശാന്തമായിരിക്കണം. ആരോടും കലഹിക്കുന്നതിൻ്റെ കാര്യമേ ഇല്ല. സ്നേഹത്തോടെ മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്യരുത്. ഇതിലൂടെ ഇനിയും പദവി കുറഞ്ഞു പോകും. ഇത് ആത്മാവാണ് കേൾക്കുന്നത്. ചിലർക്കാണെങ്കിൽ നല്ല കാര്യം മനസ്സിലാക്കിച്ചു കൊടുത്താൽ പോലും അശാന്തമായി മാറുന്നു. അപ്പോൾ വിട്ടേക്കണം. സ്വയമേ അങ്ങനെയാണെങ്കിൽ പരസ്പരം ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് അവസാനം വരെയും തുടരും. മായയും ദിനം പ്രതിദിനം കടുത്തതായിക്കൊണ്ടിരിക്കുന്നു. മഹാരഥികളോട് മായയും മഹാരഥിയായി യുദ്ധം ചെയ്യുന്നു. മായയുടെ കൊടുങ്കാറ്റ് വരുന്നു. പിന്നെ ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ പ്രാക്ടീസ് ആകുമ്പോൾ പൂർണ്ണമായും അചഞ്ചലവും ആടാത്തതും ആയിരിക്കുന്നു. മായ വിഷമിപ്പിക്കും എന്നത് മനസ്സിലാക്കുന്നുണ്ട്. ഭയപ്പെടരുത്. കളങ്കീധർ ആകുന്നവരിൽ കളങ്കം ആരോപിക്കപ്പെടുന്നു. ഇതിൽ അസ്വസ്ഥം ആകേണ്ടതില്ല. പത്രക്കാർ എതിരായി എന്തെങ്കിലുമൊക്കെ ഇടുന്നു. കാരണം പവിത്രതയുടെ കാര്യമാണ്. അബലകളുടെ മേൽ അത്യാചാരമുണ്ടാകും. അകാസുരൻ, ബകാസുരൻ എന്ന പേരുകളുമുണ്ട്. പൂതന, ശൂർപ്പണഖ എന്ന സ്ത്രീകളുടെയും പേരുകളുണ്ട്. ഇപ്പോൾ കുട്ടികൾ ആദ്യം മഹിമയും ബാബയുടേത് കേൾപ്പിക്കുന്നു. പരിധിയില്ലാത്ത ബാബ പറയുന്നു, നിങ്ങൾ ആത്മാക്കളാണ്. ഈ നോളജ് ഒരു ബാബയ്ക്കല്ലാതെ മറ്റാർക്കും നൽകാൻ സാധിക്കില്ല. രചയിതാവിൻ്റെയും രചനയുടെയും ജ്ഞാനം പഠനമാണ്. അതിലൂടെ നിങ്ങൾ സ്വദർശന ചക്രധാരിയായി ചക്രവർത്തി രാജാവാകുന്നു. അലങ്കാരവും നിങ്ങളുടേതാണ്. എന്നാൽ നിങ്ങൾ ബ്രാഹ്മണർ പുരുഷാർത്ഥികളാണ്. അതിനാൽ ഈ അലങ്കാരം വിഷ്ണുവിന് നൽകിയിരിക്കുന്നു. ആത്മാവ് എന്താണ്? പരമാത്മാവ് എന്താണ്? ഈ എല്ലാ കാര്യങ്ങളും മറ്റാർക്കും പറഞ്ഞു തരാൻ സാധിക്കില്ല. ആത്മാവ് എവിടെ നിന്നും വന്നു? എങ്ങനെ പുറത്തു പോകുന്നു? ചിലപ്പോൾ പറയുന്നു കണ്ണുകളിലൂടെ പുറത്തുപോയി. ചിലപ്പോൾ പറയുന്നു ഭൃഗുടിയിൽ നിന്നും പുറത്തുപോയി. ചിലപ്പോൾ പറയുന്നു ശിരസിൽ നിന്നും പുറത്തുപോയെന്ന്. ഇത് അറിയാനൊന്നും സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ആത്മാവ് ശരീരം ഇങ്ങനെയാണ് ഉപേക്ഷിക്കുക.
ഇരുന്നിരുന്ന് ബാബയുടെ ഓർമ്മയിൽ ദേഹം ത്യാഗം ചെയ്യും. ബാബയുടെ അടുക്കൽ സന്തോഷത്തോടെ പോകണം. പഴയ ശരീരത്തെ സന്തോഷത്തോടെ ഉപേക്ഷിക്കണം. സർപ്പത്തിൻ്റെ ഉദാഹരണമുള്ളതുപോലെ മൃഗങ്ങൾക്ക് പോലും ബുദ്ധിയുണ്ട്, അത് മനുഷ്യരിലില്ല. ആ സന്യാസിമാരും മറ്റും കേവലം ഉദാഹരണം നൽകുന്നു. ബാബ പറയുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ ആകേണ്ടതുണ്ട്. ഇതുപോലെ ഭ്രമരം കീടങ്ങളെ ട്രാൻസ്ഫർ ചെയ്യുന്നു. നിങ്ങൾക്കും മനുഷ്യരാകുന്ന കീടങ്ങളെ ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. കേവലം ഉദാഹരണം നൽകിയാൽ പോരാ, എന്നാൽ പ്രാക്ടിക്കലിൽ ചെയ്യണം. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് തിരികെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. നിങ്ങൾ ബാബയിൽ നിന്നും സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ളിൽ സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. അവരാണെങ്കിൽ സമ്പത്തിനെ കുറിച്ച് അറിയുന്നതേയില്ല. ശാന്തി സർവർക്കും ലഭിക്കുന്നു. എല്ലാവരും ശാന്തിധാമത്തിലേക്ക് പോകുന്നു. ബാബയല്ലാതെ ആരും തന്നെ സർവരുടെയും സദ്ഗതി ചെയ്യുന്നില്ല. ഇതും മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളുടേത് നിവൃത്തി മാർഗമാണ്. നിങ്ങളാണെങ്കിൽ ബ്രഹ്മത്തിൽ ലയിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യുന്നു. ബാബയാണെങ്കിൽ പ്രവൃത്തി മാർഗം ഉണ്ടാക്കുന്നു. ഇത് വളരെ ഗുഹ്യമായ കാര്യമാണ്. ആദ്യം ആരെയും അൽഫിനെയും ബേയിനെയും കുറിച്ച് പഠിപ്പിക്കേണ്ടി വരുന്നു. പറയൂ, നിങ്ങൾക്ക് 2 പിതാവുണ്ട്, പരിധിയുള്ളതും പരിധിയില്ലാത്തതും. പരിധിയുള്ള പിതാവിൻ്റെ അടുക്കൽ വികാരത്തിലൂടെ ജന്മമെടുക്കുന്നു. എത്ര അപാര ദുഃഖം ലഭിക്കുന്നു. സത്യയുഗത്തിലാണെങ്കിൽ അപാര സുഖമാണ്. അവിടെ ജന്മം തന്നെ വെണ്ണയ്ക്ക് സമാനമാണ്. ദുഃഖത്തിൻ്റെ ഒരു കാര്യവുമില്ല. പേര് തന്നെ സ്വർഗം എന്നാണ്. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത ചക്രവർത്തി പദത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നു. ആദ്യം സുഖമാണ്, പിന്നീടാണ് ദുഃഖം. ആദ്യം ദുഃഖവും പിന്നെ സുഖവും എന്ന് പറയുന്നത് റോങ് ആണ്. ആദ്യം പുതിയ ലോകം സ്ഥാപിതമാകുന്നു, പഴയ ലോകം സ്ഥാപിതമാകുന്നില്ല. പഴയ കെട്ടിടം എപ്പോഴെങ്കിലും ആരെങ്കിലും നിർമ്മിക്കുന്നുണ്ടോ? പുതിയ ലോകത്തിലാണെങ്കിൽ രാവണൻ ഉണ്ടായിരിക്കുക സാധ്യമല്ല. ഇതും ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. അപ്പോൾ ബുദ്ധിയിൽ യുക്തികൾ ഉണ്ടായിരിക്കണം. പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത സുഖം നൽകുന്നു. എങ്ങനെയാണ് നൽകുന്നത് എന്ന് വരികയാണെങ്കിൽ മനസ്സിലാക്കിച്ചു തരാം. പറഞ്ഞു കൊടുക്കുന്നതിനും യുക്തി ആവശ്യമാണ്. ദുഃഖധാമത്തിലെ ദുഃഖങ്ങളുടെയും സാക്ഷാത്കാരം നിങ്ങൾ കാണിച്ചു കൊടുക്കൂ. എത്ര അളവറ്റ ദുഃഖമാണ്, അപാരമാണ്. പേര് തന്നെ ദുഃഖധാമം എന്നാണ്. ഇതിനെ സുഖധാമം എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. സുഖധാമത്തിൽ ശ്രീകൃഷ്ണൻ വസിക്കുന്നു. ശ്രീകൃഷ്ണന്റെ ക്ഷേത്രത്തെയും സുഖധാമം എന്ന് പറയുന്നു. കൃഷ്ണൻ സുഖധാമത്തിൻ്റെ അധികാരിയായിരുന്നു. ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ആ ഒന്നിൻ്റെ പൂജ നടക്കുന്നു. ഇപ്പോൾ ഈ ബാബ ലക്ഷ്മി നാരായണൻ്റെ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ പറയും, ആഹാ, ഞാൻ ഇതാവുകയാണ്. ഇതിൻ്റെ പൂജ ചെയ്യുകയൊന്നുമില്ല. നമ്പർ 1 ആകുന്നു. അപ്പോൾ പിന്നെ സെക്കൻഡിൻ്റെയും തേർഡിൻ്റെയും പൂജ എങ്ങനെ ചെയ്യുവാനാണ്? നമ്മൾ സൂര്യവംശിയാകുന്നു. മനുഷ്യർക്കറിയില്ല. അവർ എല്ലാവരെയും ഭഗവാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്ര അന്ധകാരമാണ്. നിങ്ങൾ എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. ടൈം എടുക്കുന്നു. അത് കഴിഞ്ഞ കൽപ്പത്തിലും എടുത്തിരുന്നു. പെട്ടെന്ന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ വജ്രതുല്യ ജന്മം. ദേവതമാരുടേത് വജ്രതുല്യ ജന്മം എന്ന് പറയില്ല. അത് ഈശ്വരീയ കുടുംബമൊന്നുമല്ല. ഇതാണ് നിങ്ങളുടെ ഈശ്വരീയ കുടുംബം. അത് ദേവതാ കുടുംബമാണ്. എത്ര പുതിയ പുതിയ കാര്യങ്ങളാണ്. ഗീതയിലാണെങ്കിൽ മാവിൽ ഉപ്പ് പോലെയാണുള്ളത്. ശ്രീകൃഷ്ണന്റെ നാമം ചേർത്ത് എത്ര തെറ്റ് വരുത്തിയിരിക്കുകയാണ്. പറയൂ, നിങ്ങൾ ദേവതമാരെ ദേവത എന്നാണ് പറയുന്നത്. പിന്നെ ശ്രീകൃഷ്ണനെ ഭഗവാൻ എന്ന് എന്തുകൊണ്ട് പറയുന്നു? വിഷ്ണു ആരാണ്? ഇതും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. മനുഷ്യരാണെങ്കിൽ ജ്ഞാനമില്ലാതെ ഇങ്ങനെ തന്നെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രാചീനവും ദേവീ ദേവതമാരാണ്. അവർ സ്വർഗത്തിൽ ഉണ്ടായിരുന്നിട്ട് പോയി. സതോ രജോ തമോയിൽ എല്ലാവർക്കും വരേണ്ടതുണ്ട്. ഈ സമയത്ത് എല്ലാവരും തമോ പ്രധാനമാണ്.
കുട്ടികൾക്ക് പോയിന്റ്സ് വളരെയധികം മനസ്സിലാക്കിച്ചു തരുന്നു. ബാഡ്ജ് ഉപയോഗിച്ചും നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കിക്കാൻ സാധിക്കും. ബാബയെയും പഠിപ്പിക്കുന്ന ടീച്ചറിനെയും ഓർമ്മിക്കേണ്ടി വരും. എന്നാൽ മായയുടെയും എത്ര പിടിവലി നടക്കുന്നു. വളരെ നല്ല നല്ല പോയിന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നു. അഥവാ കേൾക്കുകയില്ലെങ്കിൽ എങ്ങനെ കേൾപ്പിക്കാൻ സാധിക്കും? പലപ്പോഴും പുറത്തേക്ക് വലിയ മഹാരഥികൾ അവിടെയും ഇവിടെയും പോകുമ്പോൾ മുരളി മിസ് ചെയ്യുന്നു. പിന്നെ പഠിക്കുന്നില്ല. വയറ് നിറഞ്ഞിരിക്കുകയാണ്. ബാബ പറയുന്നു, എത്ര ഗുഹ്യ കാര്യങ്ങളാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. അത് കേട്ട് ധാരണ ചെയ്യേണ്ടതുണ്ട്. ധാരണ ഇല്ലായിരിക്കും എങ്കിൽ അപക്വമായി അവശേഷിക്കും. ധാരാളം കുട്ടികളും വിചാരസാഗര മഥനം ചെയ്ത് നല്ല നല്ല പോയിന്റ്സ് കേൾപ്പിക്കുന്നു. ബാബ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. എങ്ങനെയുള്ള അവസ്ഥയാണോ അങ്ങനെയുള്ള പോയിന്റ്സ് കണ്ടെത്താൻ സാധിക്കും. ഈ ഒന്ന് ഒരിക്കലും കേൾപ്പിച്ചിട്ടില്ലാത്തത് സർവീസബിളായ കുട്ടികൾ കണ്ടെത്തുന്നു. സർവീസിൽ തന്നെ മുഴുകിയിരിക്കുന്നു. മാഗസീനിലും നല്ല പോയിന്റ്സ് ഇടുന്നു. കുട്ടികളായി നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ബാബ എത്ര ഉയർന്നതാക്കുന്നു. ഗീതത്തിലുമുണ്ടല്ലോ, മുഴുവൻ വിശ്വത്തിൻ്റെയും ചരട് നിങ്ങളുടെ കൈകളിൽ ആയിരിക്കും. ആർക്കും തട്ടിയെടുക്കാൻ സാധിക്കില്ല. ഈ ലക്ഷ്മി നാരായണൻ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നുവല്ലോ. അവരെ പഠിപ്പിക്കുന്നവൻ തീർച്ചയായും ബാബ തന്നെയായിരിക്കും. ഇതും നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. അവർ രാജ്യപദം എങ്ങനെ നേടി? ക്ഷേത്രത്തിലെ പൂജാരിക്ക് അറിയില്ല. നിങ്ങൾക്കാണെങ്കിൽ അളവറ്റ സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. ഈശ്വരൻ സർവവ്യാപിയല്ല എന്നതും നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ഈ സമയത്താണെങ്കിൽ 5 ഭൂതങ്ങളാണ് സർവവ്യാപി. ഓരോരുത്തരിലും ഈ വികാരമുണ്ട്. മായയുടെ 5 ഭൂതങ്ങളുണ്ട്. മായയാണ് സർവവ്യാപി. നിങ്ങൾ പിന്നെ ഈശ്വരനെ സർവവ്യാപി എന്ന് പറയുന്നു. ഇത് തെറ്റാണല്ലോ. ഈശ്വരൻ സർവവ്യാപിയാകുന്നത് എങ്ങനെ സാധ്യമാകും? ആ ഒന്ന് പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നു. മുള്ളുകളെ പുഷ്പമാക്കുന്നു. മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിൻ്റെ പ്രാക്ടീസും കുട്ടികൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ആരെങ്കിലും അശാന്തി പരത്തുകയോ ശല്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശാന്തമായിരിക്കണം. അഥവാ അറിവ് ലഭിച്ചിട്ടും ആർക്കെങ്കിലും സ്വയം തന്നെ നന്നാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇവരുടെ ഭാഗ്യത്തിൽ ഇതാണ് എന്ന് പറയും. കാരണം രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വിചാരസാഗരം മഥനം ചെയ്ത് ജ്ഞാനത്തിൻ്റെ പുതിയ പോയിന്റ്സ് കണ്ടെത്തി സർവീസ് ചെയ്യണം. ബാബ മുരളിയിൽ ദിവസവും ഏതൊരു ഗുഹ്യ കാര്യങ്ങൾ കേൾപ്പിക്കുന്നോ അതൊരിക്കലും മിസ് ചെയ്യരുത്. വരദാനം. പവിത്രതയെ ആദി അനാദി വിശേഷ ഗുണത്തിൻ്റെ രൂപത്തിൽ സഹജമായി സ്വായത്തമാക്കുന്ന പൂജ്യ ആത്മാവായി ഭവിക്കട്ടെ. പൂജനീയർ ആകുന്നതിൻ്റെ വിശേഷ ആധാരം പവിത്രതയുടെ മേലാണ്. എത്രത്തോളം സർവപ്രകാരത്തിലുമുള്ള പവിത്രത സ്വായത്തമാക്കുന്നു അത്രയും സർവപ്രകാരത്തിലും പൂജനീയർ ആകുന്നു. ആരാണോ വിധിപൂർവം ആദിയും അനാദിയുമായ വിശേഷ ഗുണത്തിൻ്റെ രൂപത്തിൽ പവിത്രതയെ സ്വായത്തമാക്കുന്നത് അവർ തന്നെയാണ് വിധിപൂർവം പൂജിക്കപ്പെടുന്നത്. ആരാണോ ജ്ഞാനികളുടെയും അജ്ഞാനികളായ ആത്മാക്കളുടെയും സമ്പർക്കത്തിൽ വരുമ്പോഴും പവിത്ര വൃത്തിയിലൂടെ, ദൃഷ്ടിയിലൂടെ, വൈബ്രേഷനിലൂടെ യഥാർത്ഥ സംബന്ധ സമ്പർക്കം നിറവേറ്റുന്നത്, സ്വപ്നത്തിൽ പോലും ആരുടെ പവിത്രതയാണോ ഖണ്ഡിക്കപ്പെടാത്തത് അവർ തന്നെയാണ് വിധിപൂർവം പൂജ്യരാകുന്നത്. സ്ലോഗൻ. വ്യക്തത്തിലിരിക്കവേ അവ്യക്ത ഫരിഷ്തയായി സേവനം ചെയ്യൂ. അപ്പോൾ വിശ്വമംഗളത്തിൻ്റെ കാര്യം തീവ്രഗതിയിൽ സമ്പന്നമാകും. ഓം ശാന്തി. സങ്കൽപ്പങ്ങളുടെ
സർവവിസ്താരത്തെയും സാരരൂപത്തിൽ ഒതുക്കി എൻ്റെ ശ്രദ്ധയെ ഞാൻ ആത്മജ്യോതിയിൽ സ്ഥിരമാക്കുന്നു. ഞാൻ സ്വരാജ്യ അധികാരി ആത്മാവാകുന്നു. പവിത്ര സ്വരൂപമാണ്. ഈ ശക്തിശാലി സ്വമാനം സ്ഥൂല കർമ്മേന്ദ്രിയങ്ങളെ ശീതളമാക്കി മാറ്റുന്നു. മനസ്സും ബുദ്ധിയും സംസ്കാരവും ആകുന്ന സൂക്ഷ്മ ശക്തികളെ എൻ്റെ നിയന്ത്രണത്തിൽ വരുത്തുന്നു. പവിത്ര സ്വരൂപ ആത്മാവായ എന്നിൽ നിന്നും പവിത്രതയുടെ പ്രകാശ തരംഗങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഞാൻ ബുദ്ധിബലത്തിലൂടെ ദൃശ്യ പ്രപഞ്ചത്തിനും ഉപരിയാകുന്നു. സ്വർണ്ണ ചുവന്ന പ്രകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന എൻ്റെ മധുരമായ ഗ്രഹത്തിൽ, നിരാകാരി ലോകത്തിൽ, നിരാകാരനായ പരമാത്മാവിൻ്റെ സമീപം നിരാകാര സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാവിൻ്റെ ദിവ്യവും തേജസ്വിയുമായ സ്വരൂപത്തിൽ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുമ്പോൾ പരമാത്മാവിൽ നിന്നും ഒരു പ്രകാശധാരയായി പ്രവഹിക്കുന്ന സമസ്ത ശക്തികളും ഗുണങ്ങളും ആത്മാവിൽ നിറയുന്നു. ഈ ദിവ്യ അലൗകിക ഈശ്വരീയ സംഘത്തിലൂടെ പ്രാപ്തമായ ശക്തി സർവ അലൗകിക വിശേഷതകളെയും ജീവിതത്തിൽ പകർത്തുവാനുള്ള വിശേഷ വരദാനമായി മാറുന്നു.